പാഠം 9 കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾ. ആ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകള് പകുതിയിൽ കൂടുതൽ കത്തോലിക്ക സഭയാണ്. CSI സഭ, മാർത്തോമാ സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ എല്ലാം കൂടെ ബാക്കി ഏകദേശം പകുതിയോളം വരും. ഇത് കൂടാതെ ഒരു സഭയും കൂടെ ഉണ്ട്, പെന്തക്കോസ്ത് സഭകളുണ്ട്. പെന്തക്കോസ്ത് സഭകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണി നോക്കി പോപ്പുലേഷൻ പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വലിയൊരു സാന്നിധ്യമാണ് പെന്തക്കോസ്റ്റൽ ചർച്ചസ്. അപ്പൊ കേരളത്തിലെ വിവിധ സഭകളെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് പാഠം 9 നമ്മൾ പഠിക്കുന്നത്. AD 52 മാർത്തോമാ ശ്ലീഹ കേരളത്തിലെത്തി. മാലിങ്കരയിൽ ആണ് വന്നിറങ്ങിയത് അദ്ദേഹം. AD 52 വന്നിറങ്ങിയ മാർത്തോമാ ശ്ലീഹ ഇവിടെ ഒരു സൊസൈറ്റി, ക്രിസ്തു മതം ധാരാളം ആളുകൾ സ്വീകരിച്ചു. ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായി. അവര് നസ്രാണി ക്രിസ്ത്യാനികൾ, മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് AD 1653 വരെ ഇവിടുത്തെ മാർത്തോമാ ക്രിസ്ത്യാനികള് ഒറ്റ സമൂഹമായിട്ടാണ് നിന്നത്. AD 1653 അത് കൂനം കുരിശ് സത്യപ്രതിജ്ഞയാണ് AD 1653 സംഭവിച്ചത്. അതുവരെ ഇവിടെ ഒരൊറ്റ സഭാ സമൂഹമായിട്ടാണ് നമ്മൾ നിന്നത്. ഇനി എന്താണ് ക്രിസ്തുമതം? 7 സ്ഥലങ്ങളിൽ അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു. 7 അരപ്പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. 7 സ്ഥലങ്ങളിൽ മാർത്തോമാ ശ്ലീഹ ഇവിടെ സഭകൾ സ്ഥാപിച്ചു. ഇനി മാർത്തോമാ ശ്ലീഹയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച മാർത്തോമാ നസ്രാണികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കുറച്ച് നാള് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ പേർഷ്യയിലെ കൽദായ സുറിയാനി സഭയുമായിട്ടാണ് നമ്മുടെ ബന്ധം തുടർന്നു പോകുന്നത്. മെത്രാന്മാരൊക്കെ പേർഷ്യ കൽദായ സഭയിൽ നിന്നായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മെല്ലെ നമ്മുടെ ലിറ്റർജി ഒരു കൽദായ സുറിയാനി ആരാധനക്രമമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, പേർഷ്യയിലെ മെത്രാന്മാർ. എന്നാൽ ഇവിടെ ഉള്ള സഭയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ വൈദികരിലെ ഏറ്റവും പ്രായമുള്ള ഒരാള്, ആർച്ച് ഡീക്കൻ എന്ന പേരില് ഇവിടെ ഒരു വൈദികനായിരുന്നു ഇവിടുത്തെ സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എങ്കിലും സഭയുടെ മൊത്തമായിട്ടുള്ള അധികാരം പേർഷ്യയിലെ മെത്രാന്മാരിലൂടെ ആണ് നിർവഹിക്കപ്പെട്ടു പോന്നത്. അങ്ങനെ പേർഷ്യൻ സഭയുമായി അതുവഴി ഈ പേർഷ്യൻ സഭ ആരുമായിട്ട് ബന്ധപ്പെട്ടാ നിൽക്കുന്നത്? അത് റോമിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് ഇൻഡയറക്ട്ലി കേരളത്തിലെ സഭ കാലക്രമേണ പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ വന്നെങ്കിലും റോമിന്റെ കീഴിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ റോമിന്റെ കീഴിലാണ് കേരളത്തിലെ സഭ ഡെവലപ്പ് ചെയ്ത് വന്നത് 1653 വരെ. 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ വലിയ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടായി. അതായത് ഈ 1599 ഇവിടെ നടന്ന ഉദയം പേരൂർ സുന്നകദോസ് എന്ന് പറയുന്ന ഒരു സുന്നകദോസ് നടന്നു. ആ സുന്നകദോസില് എന്താണ് ഇവിടെ ഉദയം പേരൂർ സുന്നകദോസ് ഓർത്ത് വെക്കണം നിങ്ങൾ. ഉദയം പേരൂർ സുന്നകദോസിൽ വെച്ച് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആചാര മര്യാദ രീതികളെല്ലാം തെറ്റാണ്. അതുകൊണ്ട് അതെല്ലാം നിർത്തി കുറച്ചുകൂടെ പോർച്ചുഗീസുകാരുടെ രീതികൾ ഫോളോ ചെയ്യണമെന്നുള്ള, ലത്തീൻ രീതികൾ ഫോളോ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധമായിട്ട് ഒരു തീരുമാനം കൊണ്ടുവരികയാണ് ചെയ്തത്. അതിവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി അന്നത്തെ ഇവിടുത്തെ സഭാ സമൂഹത്തിന്. അതിന്റെ പിന്നാലെയാണ് 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞ ഉണ്ടായി. പോർച്ചുഗീസുകാരുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു കുരിശിനകത്ത് കയറ് കെട്ടി ഇവിടുത്തെ ക്രിസ്ത്യാനികള് ഒരു തീരുമാനമെടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോമുമായിട്ടുള്ള ബന്ധം നമുക്ക് അങ്ങനെ വിച്ഛേദിക്കപ്പെട്ടു പോവുകയാണ്. അപ്പൊ അങ്ങനെ വിച്ഛേദിക്കപ്പെട്ടു പോയി കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അപ്പം നമ്മുടെ ഇവിടെ 12 വൈദികർ ഒരുമിച്ച് കൂടി അവര് ഒരു കൈവച്ച് ഒരു അച്ഛനെ അങ്ങ് മെത്രാനാക്കി. അതിന്റെ പിന്നിൽ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞ എടുക്കാൻ കാരണം നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന ഒരു മെത്രാൻ, ആ മെത്രാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കടലിൽ മുക്കിക്കൊന്നു എന്നൊരു ഒരു തെറ്റായ ഒരു പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന ഒരു മെത്രാനെ പോർച്ചുഗീസുകാര് അല്ലെങ്കിൽ അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികള്
പോർച്ചുഗീസുകാർ കടലിൽ മുക്കിക്കൊന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചു. അങ്ങനെയാണ് കൂനൻകുരിശ് സത്യപ്രതിജ്ഞ നടന്നത്. യഥാർത്ഥത്തിൽ കടലിൽ മുക്കിക്കൊന്നില്ല, പുള്ളിയെ പോർച്ചുഗലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്, കടലിൽ മുക്കിക്കൊന്നിട്ടില്ല കേട്ടോ. ഒരു കള്ളക്കഥയും കൂടെ വ്യാപരിച്ചു, ഇവിടെ പ്രചരിച്ചു. അതായത് 12 വൈദികർ കൂടെ കൈവച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു അച്ഛനെ മെത്രാനാക്കണമെന്ന് ആ ബിഷപ്പ് ഒരു കത്ത് അയച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു കള്ള കത്തും വന്നു. അതൊരു കള്ള കത്തായിരുന്നു, ഒറിജിനൽ കത്തായിരുന്നില്ല. അങ്ങനെ 12 പേര് കൈവച്ച് അന്നത്തെ ആർച്ച് ഡീക്കനായിരുന്ന തോമാ കത്തനാരെ മെത്രാനാക്കി. പക്ഷെ പുള്ളിക്കറിയാം പുള്ളി മെത്രാൻ അല്ലെന്ന്. മെത്രാനാക്കിയ 12 വൈദികർക്കും അറിയാം പുള്ളി മെത്രാൻ അല്ലെന്ന്, വിശ്വാസികൾക്കും അറിയാം പുള്ളി മെത്രാൻ അല്ലെന്ന്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു. പക്ഷേ ഈ അങ്ങനെ നടന്നു. ഇവിടുത്തെ വിശ്വാസികള് ബാക്കി ഇത് ഒറിജിനൽ മെത്രാൻ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? അവര് റോമുമായിട്ട് ബന്ധപ്പെട്ട് റോമിൽ നിന്ന് റോം അവരെ സ്വീകരിച്ച് ഒരു കൂട്ടം ആളുകള് വീണ്ടും കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യത്തിലോട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. ആ സഭയാണ് സീറോ മലബാർ സഭ. അന്ന് ഇവിടെ 110 പള്ളികളിൽ 64 പള്ളികൾ പൂർണ്ണമായിട്ടും 20 പള്ളികൾ ഭാഗികമായിട്ടും എന്ത് ചെയ്തു? റോമിലോട്ട് കണക്റ്റഡ് ആയി. ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന പള്ളികള് 26 പള്ളികൾ മാർത്തോമ ഒന്നാമനെ, ഈ അച്ഛന്മാര് കൈവച്ച് മെത്രാനാക്കിയ മാർത്തോമ ഒന്നാമനെ സ്വീകരിച്ചു. അങ്ങനെ റോമുമായിട്ടുള്ള ബന്ധത്തിലോട്ട് പോയ ആളുകളെ പഴയ കൂറ്റുകാരെന്നും മാർത്തോമ ഒന്നാമനെ മെത്രാനായിട്ട് സ്വീകരിച്ച കേരളത്തിലെ വിശ്വാസികളെ പുത്തൻ കൂറ്റുകാരെന്നുമാണ് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ പുത്തൻ കൂറ്റുകാര്? അവര് AD 451 കൽക്കദോനിയ സുന്നോദോസ് അംഗീകരിക്കാതെ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി നിന്ന് അന്തോക്കിയിലെ യാക്കോബായ സഭയുമായി ബന്ധം സ്ഥാപിച്ചു. ആര്? ഇവിടുത്തെ പുത്തൻ കൂറ്റുകാര്. അപ്പൊ ഈ സീറോ മലബാർ സഭ പഴയ കൂറ്റുകാര് കൽദായ സുറിയാനി ആരാധനക്രമം തന്നെയാണ് തുടരുന്നത് കേട്ടോ. എന്നാൽ ഇവിടുള്ള പുത്തൻ കൂറ്റുകാർ എന്ത് ചെയ്തു? പുത്തൻ കൂറ്റുകാര് ഇവിടുത്തെ മെത്രാനെ ശരിക്കും മെത്രാനാക്കി മാറ്റുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എഴുതി. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എഴുതിയപ്പോ അന്തോക്കിയയിലെ യാക്കോബായ സഭയാണ് വന്ന് നമ്മളെ ഇവിടെ സഹായിച്ച് നമ്മുടെ ഇവിടെയുള്ള മെത്രാനെ ശരിക്കും മെത്രാനാക്കി മാറ്റിയത്. ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നത് അന്തോക്കിയയിലെ യാക്കോബായ സഭ. പക്ഷെ ഈ യാക്കോബായ സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അവര് കൽക്കദോനിയ സുന്നകദോസ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൽക്കദോനിയ സുന്നകദോസ് അംഗീകരിക്കാത്ത അന്തോക്കിയയിലെ യാക്കോബായ സഭയാണ് എന്ത് ചെയ്തത്? നമ്മുടെ സഭയുമായിട്ട് കണക്റ്റഡ് ആകുകയും നമ്മുടെ ഇവിടുള്ള ഈ ശരിക്കും മെത്രാൻ അല്ലാത്ത മെത്രാനെ മെത്രാനാക്കി മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്തത്. അങ്ങനെ മെല്ലെ നമുക്ക് അന്തോക്കിയയിലെ യാക്കോബായ സഭയുമായി നമുക്ക് ബന്ധം വന്നു. അങ്ങനെ അന്തോക്യൻ യാക്കോബായ ലിറ്റർജിയും നമ്മുടെ കേരളത്തിലോട്ട് വന്നു. അപ്പൊ ഇതാണ് ഒരു ആമുഖം. ഇനി കേരളത്തിലെ കത്തോലിക്ക സഭകൾ. ആഗോള കത്തോലിക്ക സഭയിൽ 22 വ്യക്തിഗത സഭകളുണ്ട്. അതിൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. ഒന്ന് സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര. 3 സഭകള് ആഗോള കത്തോലിക്ക സഭയിൽ 22 വ്യക്തിഗത സഭകളില് 3 അപ്പൊ അതിൽ ഒന്നാമത്തെ സീറോ മലബാർ സഭയുടെ കാര്യം പറയാം. സീറോ മലബാർ സഭ എങ്ങനെ സീറോ മലബാർ സഭ വന്നെന്നാണ് ഞാൻ ഈ തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പം എന്താണ് 1653 കൂനൻകുരിശ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഴയ കൂറ്റുകാർ അവര് നേരെ റോമുമായിട്ട് ബന്ധപ്പെട്ട് 1665 നാട്ടുകാരനായ ചാണ്ടി മെത്രാന് ശേഷം നാട്ടുകാരനായ ചാണ്ടി എന്ന് പറഞ്ഞ ഒരാളെ മെത്രാനാക്കി. റോമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മലയാളിയായ ഒരു മെത്രാൻ നമുക്കിവിടെ വരികയാണ് 1655. പക്ഷെ കാലക്രമേണ വീണ്ടും വിദേശികളായ കർമ്മലീത്തക്കാരായിരുന്നു പിന്നീട് ഇവിടെ മെത്രാന്മാർ. ഇവിടെ അടുത്തടുത്ത മെത്രാന്മാര് കേരളത്തിൽ വന്നില്ല. പക്ഷെ 1665 ചാണ്ടി മെത്രാൻ വന്നു. അതിനുശേഷം വീണ്ടും 1782 നാട്ടുകാരനായ ജോസഫ് കരിയാറ്റിൽ മെത്രാനായി. എന്നാൽ 1782
ഇവിടെ പിന്നീട് പ്രാദേശികമായ മെത്രാൻ പഴയ കൂറിൽ സീറോ മലബാർ സഭയിൽ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഇരു പഴയ ആ സമയത്തൊക്കെ ഈ പുത്തൻ കൂറ്റുകാരും പഴയ കൂറ്റുകാരും തമ്മിൽ ഒന്നാകാനൊക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. 1887 ഇവിടുത്തെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി കോട്ടയം, തൃശൂർ എന്നീ രണ്ട് വികാരിയേറ്റുകൾ റോമിൽ നിന്ന് സ്ഥാപിച്ചു. 1896 രണ്ട് വികാരിയേറ്റുകൾ തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 3 രൂപതകളാക്കി മാറ്റി 1896. മാത്രമല്ല ഈ 3 രൂപതകളിലെ നാട്ടുകാരെ മെത്രാന്മാരാക്കി മെത്രാന്മാർക്ക് രൂപതകളുടെ ചുമതല കൊടുത്തു. 1911 കോട്ടയം രൂപത സ്ഥാപിതമായി. 1923 ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1923 എറണാകുളം അതിരൂപതയായും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം രൂപതകൾ സാമന്ത രൂപതകളായും റോമിൽ നിന്ന് പ്രഖ്യാപിച്ചു. 1923 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണത്. ഇനി 1992 വളരെ ഇമ്പോർട്ടന്റ് വർഷമാണ്. 1992 സീറോ മലബാർ കത്തോലിക്ക സഭയെ സിനഡ് സംവിധാനമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി റോമിൽ നിന്ന് ഉയർത്തി മാർ വർക്കി വിധേയത്തിലിനെ മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തുകയും ചെയ്തു. ഈ സഭയാണ് സീറോ മലബാർ സഭ. ഇപ്പൊ ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ സീറോ മലബാർ സഭയിലുണ്ട്. ഇനി ലത്തീൻ കത്തോലിക്ക സഭ 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലോട്ട് വന്നതിന്റെ കൂട്ടത്തില് ധാരാളം വൈദികരും മിഷണറിമാരും വന്ന് അവര് കേരളത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തി രൂപീകരിക്കപ്പെട്ട് വന്ന സഭയാണ് ലത്തീൻ കത്തോലിക്ക സഭ. ഓർത്തിരിക്കണം, ലത്തീൻ കത്തോലിക്ക സഭ. ഈ ലത്തീൻ കത്തോലിക്ക സഭ 1886 ലയോ 13 മാർപ്പാപ്പ ലത്തീൻ ഹൈറാർക്കി സ്ഥാപിച്ച് വരാപ്പുഴ കേരളത്തിലെ ലത്തീൻ സഭയുടെ അതിരൂപതയാക്കി മാറ്റി. വരാപ്പുഴ. കൊല്ലം അതിന്റെ സാമന്ത രൂപതയായിട്ട് മാറി. അപ്പൊ ഇവർ ഏത് ആരാധനക്രമമാണ് ഫോളോ ചെയ്യുന്നത്? ലത്തീൻ ആരാധനക്രമമാണ് ഇവര് ഫോളോ ചെയ്യുന്നത്. ഇവര് ഏകദേശം ലത്തീൻ കത്തോലിക്ക സഭ 12 ലക്ഷത്തിലധികം ആളുകളുണ്ട് എന്ന് സാമാന്യമായ കണക്കായിട്ട് നമുക്ക് പറയാം. ഈ മൂന്നാമത്തത് സീറോ മലങ്കര കത്തോലിക്ക സഭ. AD 1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പുത്തൻകൂർ വിഭാഗത്തിൽപ്പെട്ടവർ കത്തോലിക്ക സഭയുമായി സംസർഗം നഷ്ടപ്പെട്ടു പോയി. കത്തോലിക്ക സഭയെ സംസർഗം നഷ്ടപ്പെടുത്തിയ പുത്തൻകൂറ്റുകാരെ വീണ്ടും കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് മാർ ഇവാനിയോസ് പിതാവ്. പുത്തൻകൂറ്റുകാരുടെ ഇടയിൽ ഓർത്തഡോക്സ് എന്ന സ്വതന്ത്ര സഭാ സമൂഹം 1912 മുതൽ രൂപപ്പെട്ടു. പുത്തൻകൂറ്റുകാരുടെ ഇടയില് എന്താണ് ഓർത്തഡോക്സും യാക്കോബായും ഉണ്ടായതിനെ പറ്റി നമ്മൾ പിന്നീട് കാണും. എന്നാൽ തൽക്കാലം ഓർത്തിരിക്കണം, 1912 മുതൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എന്താണ് റോമുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. യാക്കോബായ സഭയുമായി വ്യവഹാരത്തിൽ കഴിഞ്ഞ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയുമായിട്ടുള്ള പുനരൈക്യത്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. 1912 അതിനു മുമ്പ് തന്നെ ഉണ്ട്. ശരിക്കും 1653 കൂനംകുരിശ് സത്യപ്രതിജ്ഞ മുതൽ തന്നെ ഉണ്ട്. നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിന്റെ അമ്മയൊക്കെ സത്യസഭ കത്തോലിക്ക സഭയാണെന്ന് മാർ ഇവാനിയോസ് പിതാവിന് കുഞ്ഞുനാളിൽ പറഞ്ഞു കൊടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ 1926 നവംബർ 1 ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. 1926 നവംബർ 1 കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാന്മാരുടെ യോഗത്തിൽ ഈ ഐക്യശ്രമത്തിന് വേണ്ടി കൂടുതൽ എഴുത്തുകുത്തുകൾ നടത്താൻ ബദനിയുടെ മാർ ഇവാനിയോസ് പിതാവിനെ ചുമതല ഏൽപ്പിച്ചു. ബദനിയുടെ മാർ ഇവാനിയോസ് പിതാവിനെ 1653 അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ ഐക്യം പുനരുസ്ഥാപിക്കുന്നതിന് വേണ്ടി റോമുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്തി. അതൊരു വിജയമായപ്പോഴേക്കും മറ്റുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും മാർ ഇവാനിയോസ് പിതാവ് തന്നെ മുന്നോട്ട് നീങ്ങി 5 പേര് കൊല്ലം ബെൻസിഗർ പിതാവിന്റെ അടുത്ത് ബെൻസിഗർ അരമന ചാപ്പലിൽ വെച്ച് മാർ ഇവാനിയോസ് പിതാവ്, തെയോഫിലോസ് പിതാവ്, ഫാദർ ജോൺ OAC, അലക്സിയോസ് ശമാശൻ, കിളിയിലേത്ത് ചാക്കോച്ചൻ എന്നിവർ സഭയുടെ പ്രതിനിധികളായി 1930 സെപ്റ്റംബർ 20 കൊല്ലം അരമന ചാപ്പലിൽ വെച്ച് പുനരൈക്യപ്പെട്ടു. 1932 വളരെ ഇമ്പോർട്ടന്റ്
ക്രിസ്തോ പാസ്തോരും എന്ന ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന തിരുവെഴുത്ത് വഴി മലങ്കര കത്തോലിക്ക ഹയരാർക്കി സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി 1932 മലങ്കര ഹയരാർക്കി സ്ഥാപിക്കപ്പെട്ടു. 1653 നഷ്ടപ്പെട്ട കത്തോലിക്ക സഭയുമായിട്ടുള്ള സംസർഗം പുത്തൻകൂറ്റുകാരിൽ ഒരു വിഭാഗം 1930 കത്തോലിക്ക സഭയുമായിട്ട് പുനഃസ്ഥാപിച്ചത്. ഇതാണ് പുനരൈക്യം. ഇവരാണ് സീറോ മലങ്കര സഭാംഗങ്ങൾ. ഇപ്പൊ പുനരൈക്യത്തിന്റെ എത്രാമത്തെ വർഷമാണ് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് തെറ്റാണ്. 95 വർഷങ്ങൾ പിന്നിട്ട് സീറോ മലബാർ സഭ ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. 2030 എന്ന് പറയുമ്പോൾ പുനരൈക്യത്തിന്റെ 100ാമത്തെ വാർഷികമാണ്. അതിവേഗം നമ്മൾ അടുത്തോട്ട് വരുന്നത്. അതിവേഗം വളരുന്ന സഭയെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞത്. 2005 ഫെബ്രുവരി 10 ഈ സഭയെ റോം സ്വയം ഭരണാധികാരമുള്ള സുന്നകദോ സംവിധാനമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തി. സിറിൽ മാർ ബസേലിയോസ് കർദിനാൾ പിതാവ് ആദ്യത്തെ കാതോലിക്ക ബാവയായി ഉയർത്തപ്പെട്ടു. സിറിൽ മാർ ബസേലിയോസ് പിതാവ് ആദ്യത്തെ കാതോലിക്ക ബാവയായി. 5 രൂപതകളിലായി 5 ലക്ഷത്തിൽ പരം വിശ്വാസികളെന്ന് എഴുതിയേക്കുന്നത് തെറ്റാണ്. 5 രൂപതയൊക്കെ മാറി. ഇപ്പം രൂപതകൾ എത്ര ആണെന്നൊന്നും ഞാൻ അവസാനം നമ്മൾക്ക് അതിന്റെ ഗ്രാഫ് കാണിക്കാം. വിവിധ രൂപതകളിലായി ഇപ്പം 5 ലക്ഷത്തിൽ പരം വിശ്വാസികൾ സീറോ മലങ്കര കത്തോലിക്ക സഭയിലുണ്ട്. ഈ സഭയുടെ തലവനും പിതാവും ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ അഭിമാനമായ മോറാൻ മോറും സിറിൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. കാർഡിനൽ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഇതാണ് കേരളത്തിലെ സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ, കത്തോലിക്ക സഭ. അതിൽ 3 സീറോ മലബാർ, ലത്തീൻ ആൻഡ് സീറോ മലങ്കര സഭ.